നമ്മൾ മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്തൊരു പ്ലാന്റാണ് ഇത് ഈ കാണുന്നത്. വീട്ടിൽ സ്ഥലമില്ല, മണ്ണില്ല, സമയമില്ല, പക്ഷേ കൃഷി ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തൊരു കോമ്പാക്ട് ഹൈഡ്രോപോണിക് സിസ്റ്റമാണിത്. ഇതിൻ്റെ 48 പ്ലാന്റ്സ് വയ്ക്കാൻ പറ്റുന്ന ഒരു ബാൽക്കണിയിൽ ഒരു സൈഡിലിരിക്കും. ഇതിൻ്റെ പകുതി വരുന്നത്, അതായത് 24 പ്ലാന്റ്സ് വളർത്താൻ പറ്റുന്ന വേറെ സിസ്റ്റവും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അപ്പാർട്ട്മെൻറ്റ് പോലുള്ള ചെറിയ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തതാണ്. ഈ ഒരു കോമ്പാക്ട് ഹൈഡ്രോപോണിക് സിസ്റ്റത്തിനകത്ത് വളർന്നിരിക്കുന്നത് പൊന്നാങ്കണ്ണി ചീരയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. കണ്ടില്ലേ, ചീര പോലെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോഴേക്കും ഇത്രയും സൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഹൈഡ്രോപോണിക്സിൽ ഏറ്റവും നന്നായിട്ട് വളരുന്ന പ്ലാന്റുകളിൽ ഒരെണ്ണമാണ് പൊന്നാങ്കണ്ണി എന്ന് പറയുന്നത്. നമ്മുടെ നാടൻ കാന്താരി വരെ നമ്മളിത് മണ്ണില്ലാത്ത ഹൈഡ്രോപോണിക്സിൽ വളർത്തുന്നുണ്ട്. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇലച്ചെടികൾക്കാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ഫാംസ് ഉണ്ട്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിക്കത് ഇലച്ചെടികളാണ് വളർത്തുന്നത്. പക്ഷേ നമ്മളിവിടെ കൂടുതൽ എക്സ്പെരിമെൻ്റലായിട്ട് പല രീതിയിലുള്ള പ്ലാന്റ്സ് വയ്ക്കുന്നുണ്ട്. ഇപ്രാവശ്യം വെച്ചത് ടൊമാറ്റോ ആണ്. ഇതിന് മുന്നേ കുക്കുംബർ, പയറൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്. ടൊമാറ്റോ ഇപ്രാവശ്യം നല്ല ഈൽഡ് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ വെച്ചിരിക്കുന്നത് ഇൻഡിറ്റർമിനേറ്റ് ടൈപ്പ് വെറൈറ്റിയാണ്. അതായത് പോളി ഹൗസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒറ്റ വള്ളിയായിട്ട് പോകുന്ന ടൊമാറ്റോ ആണ്. അത് കണ്ടാലറിയാതെ കണ്ടില്ലേ, നല്ല വള്ളിയായിട്ടുള്ള ടൊമാറ്റോസാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഏകദേശം ഒരു 6-7 മാസം നിന്ന് കായ്ക്കുന്നതാണ്. ഓരോ 2 ഇല കൂടുമ്പോഴേക്കും ഓരോ ക്ലസ്റ്റർ ടൊമാറ്റോ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഹൈ ഈൽഡിംഗ് ആണ്. കുറേ കൂടുതൽ കാലം നമുക്ക് ഇതിനകത്ത് നിന്ന് ഹാർവസ്റ്റ് എടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ വരുമ്പോഴേക്കും ഒരു 2, 3, 5 കിലോ വരെയൊക്കെ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് ഏകദേശം ഈൽഡ് കിട്ടുന്നതാണ് ഈ ഒരു വെറൈറ്റി. അതൊരു അത്യാവശ്യം നല്ല ഷെൽഫ് ലൈഫ് കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള ടൊമാറ്റോ ഫ്രൂട്ട്സാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. കണ്ടില്ലേ, നമ്മുടെ ഒരു കുഞ്ഞു ഫാം എന്ന് പറഞ്ഞാൽ 1000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു റെയിൻ ഷെൽട്ടറിലുള്ളതാണ് ഇരിക്കുന്നത്. ഹൈഡ്രോപോണിക്സിനകത്ത് നമുക്ക് മഴവെള്ളം വീഴാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റിലാണ് ഹൈഡ്രോപോണിക്സ് ചെയ്യുന്നത്. ഇതിനകത്ത് ഹൈ ഡെൻസിറ്റിയാണ് വെച്ചിരിക്കുന്നത്. അതായത് ഒരു പ്ലാന്റ്സ് വളരെ ക്ലോസ് ആയിട്ട് അടുക്കി വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ 1000 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് 400 പ്ലാന്റ്സ് വയ്ക്കാൻ പറ്റും ഇതിനകത്ത് നിന്ന്. കേരളീയർക്ക് അത്ര പരിചയമില്ലാത്തൊരു പ്ലാന്റാണിത്. ഇതാണ് പോക്ക് ചോയ്. കണ്ടില്ലേ, ചൈനീസാണ്. ഇത് ലീഫി വെജിറ്റബിളാണ്. നല്ല ഹെൽത്തി ബെനിഫിറ്റ്സ് ഉള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. ഇത് നമുക്ക് സാലഡ്സ്, സൂപ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ ഹൈഡ്രോപോണിക്സ് നന്നായിട്ട് വളരും. ഇതുപോലുള്ള കൃഷി രീതി നിങ്ങൾക്കും ചെയ്യാം. ഇതിനുള്ള കൂടുതൽ അറിവുകളായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഹൈഡ്രോപോണിക്സിന് വേണ്ടിയിട്ടുള്ള ഹൈബ്രിഡ് സീഡ്സ്, അതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് കിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളൊരു ഓൺലൈൻ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, shop.freshleaves.in. അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള ഹൈബ്രിഡ്സ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന സീഡ്സ് തന്നെയാണ് അതിനകത്ത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഇട്ടിട്ടുള്ളത്. കൂടാതെ ഹൈഡ്രോപോണിക്സിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക. ചില സമയങ്ങളിൽ നമ്മൾ ട്രെയിനിങ്ങും ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വന്ന് ഹൈഡ്രോപോണിക്സ് പഠിച്ച് നല്ല രീതിയിലൊരു കൃഷി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ.